ഇനി കണ്ണുകളുടെ അഴക്. കണ്ണുകളുടെ അഴക് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും മാറ്റുകൂട്ടുന്നതാണ്. അതുകൊണ്ട് കണ്ണിന് ആയാസം വരാതെ സൂക്ഷിക്കണം. ഉറക്കമൊഴിയുക, തുടർച്ചയായ വായന, കമ്പ്യൂട്ടറിലെ കൂടുതൽ ജോലി, ഇവ ചെയ്യുമ്പോൾ കണ്ണുകൾക്ക് വിശ്രമം ചെയ്യുവാൻ അനുവദിക്കുക. കണ്ണിലെ ഇളനീർക്കുഴമ്പ് എഴുതുന്നത് നല്ലതാണ്. ഇരുമ്പ് സത്ത് അടങ്ങിയ ആഹാരങ്ങൾ, ഇലക്കറികൾ, റാഗി, ഉണക്കമുന്തിരി തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഇവ വളരെ ഉത്തമമാണ്. കൺതടങ്ങളിൽ കുങ്കുമാരി തൈലം പുരട്ടുന്നത് കൺതടങ്ങളിലെ കറുപ്പ് മാറ്റാൻ സഹായിക്കും. ഉരുളക്കിഴങ്ങ് കനം കുറച്ച് അരിഞ്ഞ് കണ്ണിന് മുകളിൽ വയ്ക്കുന്നതും അപ്രകാരം ക്യാരറ്റ്, വെള്ളരിക്ക ഇവ അരച്ച് പുരട്ടുന്നതും നല്ലതാണ്. രക്തചന്ദനം, ചന്ദനവും അരച്ച് പുരട്ടുന്നതും കൺതടങ്ങളിൽ തേൻ പുരട്ടുന്നതും ബദാം പരിപ്പ് പാലിൽ അരച്ച് പുരട്ടുന്നതും കൺതടങ്ങളിലെ കറുപ്പ് മാറ്റാൻ വളരെ നല്ലതാണ്. പുരികങ്ങളിൽ രോമവളർച്ച ഉണ്ടാകാൻ ആവണക്കെണ്ണ പുരട്ടുന്നതും നല്ലതാണ്. ഇനി ഭംഗിയുള്ള ചുണ്ടുകൾ. ഭംഗിയുള്ള ചുണ്ടുകൾക്ക് അല്പം വെണ്ണയോ പാൽപ്പാടയോ മൃദുവായി തിരുമുക. നെല്ലിക്ക അരച്ചതിൻ്റെ നീര് ചുണ്ടുകളിൽ പുരട്ടുക. ചുണ്ടുകൾക്ക് ചുവപ്പ് അഴകും ഏറും. അതുപോലെ റോസാപ്പൂവിൻ്റെ ഇതളുകൾ പനിനീരിൽ അരച്ച് പുരട്ടുന്നതും പാൽപ്പാടയും നാരങ്ങാനീരും ചേർത്ത് ചുണ്ടിൽ പുരട്ടുന്നതും ചുണ്ടിൻ്റെ അഴക് വർദ്ധിപ്പിക്കുന്നതിന് വളരെ നല്ലതാണ്. ഇനി പല്ലുകളിലേക്ക് വരാം. തിളങ്ങുന്ന പല്ലുകൾക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിപ്പൊടിച്ച് അല്പം ഉപ്പ് ചേർത്ത് പല്ല് തേച്ചാൽ മതിയാകും. പുതിനയില തിളപ്പിച്ച വെള്ളം കൊണ്ട് വായ കഴുകുക. അതുപോലെ ഗ്രാമ്പൂ പൊടിച്ചത് ചവയ്ക്കുക, ഏലക്ക ചവയ്ക്കുക, വായ ശുദ്ധമാകും. ശരീര സൗന്ദര്യം നിലനിർത്താൻ ചർമ്മ കാന്തി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായി അമിതമായ ചൂട്, തണുപ്പ്, പൊടിപടലങ്ങൾ ഇവ കഴിവതും ഒഴിവാക്കുക. ദീർഘയാത്ര, ഉറക്കക്ഷീണം, മാനസിക സമ്മർദ്ദം ഇവയെല്ലാം ചർമ്മ സൗന്ദര്യത്തെ കുറയ്ക്കുന്നതാണ്. ശരീര ദുർഗന്ധം അകറ്റാൻ തുളസിയില, രാമച്ചം ഇവയിട്ട തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിക്കുന്നത് നല്ലതാണ്. ചന്ദനം അരച്ച് ദേഹത്ത് പുരട്ടുന്നതും ശരീര ദുർഗന്ധം അകറ്റുവാൻ നല്ലതാണ്. ചൂടുകുരു അകറ്റുവാൻ നെന്മേനി ഭാഗപ്പൊടി അരച്ച് പുരട്ടുന്നത് നല്ലതാണ്. നാൽപ്പാമരപ്പട്ട ചതച്ചിട്ട വെള്ളം കൊണ്ട് കുളിക്കുന്നതും ചർമ്മരോഗങ്ങൾക്ക് നല്ലതാണ്. പാലുണ്ണി മാറുവാൻ ഇരട്ടി മധുരം തേനിൽ അരച്ച് പുരട്ടുക. ചുണങ്ങ് മാറുവാൻ ചന്ദനം ചെറുനാരങ്ങ നീരിൽ അരച്ച് അല്പം പൊൻകാരവും ചേർത്ത് ചുണങ്ങിൽ പുരട്ടുക. കഴുത്തിലെ കറുപ്പ് നിറം മാറുവാൻ അല്പം ചെറുനാരങ്ങ നീരും കല്ലുപ്പ് പൊടിച്ചതും പുരട്ടുന്നത് നല്ലതാണ്. അതുപോലെ ഉലുവ അരച്ച് തൈരിൽ ചേർത്ത് പുരട്ടുന്നതും കഴുത്തിലെ കറുപ്പ് നിറം മാറ്റുന്നതിന് വളരെ നല്ലതാണ്. പഴുത്ത പപ്പായയുടെ നീരും അല്പം ഇന്ദുപ്പും പച്ചക്കർപ്പൂരവും ചേർത്ത് പുരട്ടി രക്തചന്ദനം, രാമച്ചം ഇവ അരച്ച് പുരട്ടുക. അതുപോലെ ചെറുനാരങ്ങ നീരും കല്ലുപ്പും മിശ്രിതമാക്കി പുരട്ടുക. ഇവ കൈയുടെ മുട്ടിൻ്റെ കറുപ്പ് നിറം മാറുന്നതിന് നല്ലതാണ്. അമിതവണ്ണം പോകുവാൻ വെണ്ണ മാറ്റിയ മോരിൽ ത്രിഫലപ്പൊടി ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. തിപ്പലി വേര് അരച്ച് കുടിക്കുന്നതും നല്ലതാണ്. ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി പിഴിഞ്ഞ് ആവി പിടിക്കുന്നത് നല്ലതാണ്. മുതിര, എള്ള്, വെളുത്തുള്ളി, ആവണക്കിൻ വേര് എന്നിവ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കുവാൻ നല്ലതാണ്. ഇനി മുടി കൊഴിച്ചിൽ ഇവയെക്കുറിച്ച് പറയാം. മുടി കൊഴിച്ചിൽ മാറ്റാൻ, മുടി വളരാനും
ബ്രഹ്മി, കയ്യോന്നി, കറ്റവാഴ, നിലനാരകം, നെല്ലിക്ക, അഞ്ജനക്കല്ലും ചേർത്ത് എണ്ണ കാച്ചി തേക്കുന്നത് നല്ലതാണ്. അകാലനര മാറുന്നതിന് കുറച്ച് പച്ചനെല്ലിക്ക അരച്ച് അതിൽ ചെമ്പരത്തിപ്പൂ കൂടി ചേർത്ത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. നാരസിംഹ രസായനം കഴിക്കുന്നതും കയ്യോന്നി നീര്, വെട്ടുപാല തൈലം ഇവ പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്നതും നല്ലതാണ്. പാദങ്ങൾ വെണ്ട് കീറുന്നതിന് തൈരും കറിവേപ്പിലയും പച്ചമഞ്ഞളും അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. കൂടാതെ പിണ്ടതൈലം പുരട്ടുന്നതും വളരെ നല്ലതാണ്.